കേട്ടോ ഓക്കെ ഒരു മില്യനറാണ്, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, എൻ്റെക്കാളും വലിയ മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ കാശ് ഉണ്ടാക്കാനാണ് ഫസ്റ്റ് ഇത് കൊടുക്കുന്നത്. ഞാനും അത് തന്നെ പറയാം, ഫസ്റ്റ് കാശിന് തന്നെയാണ്. പക്ഷേ അത് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ ബോഡി ഡ്രസ്സിങ്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഓക്കെ ഒരു 50% ഞാൻ പറയാം, ഒരു 50% സേവിങ്സ് നമ്മൾ ചെയ്തുകൊണ്ട് പോകണം. അത് ബാക്കിയത് 50% നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്സ് ആവുക ബോഡി ഇത് ഇമ്പ്രൂവ് ചെയ്താലേ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കാശ് എൻ്റെ ലൈഫിൽ ഇതുവരെ എൻ്റെ ഡ്രസ്സിങ്സിന് ബോഡിക്ക് നല്ലതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഓക്കെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, പക്ഷേ ആ ഹ്യൂജ് എമൗണ്ട് വെച്ചിട്ട് എനിക്കൊരു ഉപകാരമില്ല. വാട്ട് ദ റീസൺ ഫോർ മണി? ക്യാഷ് ഉള്ളത് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാനും ബെറ്റർ ലൈഫ് നടത്താനും നമുക്ക് ബെറ്റർ ലൈഫ് സ്റ്റൈൽ നടത്താൻ അതിനുവേണ്ടിയാണ് മണി ഉപയോഗിക്കുന്നത്. ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ സേവിങ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 50-50.